കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിലെ നഴ്സുമാരുടെ പണിമുടക്കിൽ സംഘർഷാവസ്ഥ. നഴ്സുമാരെ നിർബന്ധിച്ച് ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചതോടെ ഇന്നലെ രാത്രി മാനേജ്മെന്റും സമരക്കാരും തമ്മിൽ തർക്കമുണ്ടായി. നഴ്സുമാരെ കയറ്റി വാഹനം സമരക്കാർ തടഞ്ഞതോടെ പ്രശ്നം രൂക്ഷമായി. ഇപ്പോഴും ആശുപത്രിക്ക് മുന്നിൽ സമരം തുടരുകയാണ്. ആദിൽ പാലോട് ചേരുന്നു. അവിടെ നിന്നും ആദിൽ, അവരുടെ പ്രതിഷേധം ഇപ്പോൾ എങ്ങനെയാണ് തുടരുന്നത്? ഇപ്പോഴും നൂറുകണക്കിന് നഴ്സുമാർ നമുക്കിവിടെ കാണാൻ കഴിയും. 100-ലേറെ നഴ്സുമാർ ഇവിടെ പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിക്ക് മുന്നിൽ നമ്മൾ കാണുന്ന കാഴ്ച. അവർ ഈ ശമ്പള വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരമാണ്. ഇന്നലെ അത് ഒരു സങ്കീർണമായ സാഹചര്യത്തിലേക്ക് പോയിരുന്നു, ഒരു പ്രശ്നമാകുന്ന സാഹചര്യത്തിലേക്ക് പോയിരുന്നു എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ ഇവർ സമരം പ്രഖ്യാപിച്ച് പണിമുടക്ക് നടത്തി. പിന്നീട് നഴ്സുമാരെ നിർബന്ധപൂർവ്വം ഭീഷണിപ്പെടുത്തി, പലതരം ഭീഷണികൾ ഉയർത്തി അവരുടെ ഹോസ്റ്റലിൽ നിന്നും ഇവിടേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തി. അങ്ങനെ ഒരു വാഹനത്തിൽ നിർബന്ധപൂർവ്വം കയറ്റിയതിന് പിന്നാലെ ആ വാഹനം ഈ സമരക്കാർ തടയുകയും അതൊരു സംഘർഷത്തിലേക്ക് മാറുകയും ചെയ്തതായിരുന്നു കാഴ്ച. ഇന്നലെ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയി. എന്നാലും ഈ സമരം അവസാനിപ്പിക്കില്ല. ഇന്നലെ എന്താ ഉണ്ടായത്? ഭീഷണിപ്പെടുത്തിയോ നിങ്ങൾ? അതെ, ഭീഷണിപ്പെടുത്തിയാണ് ഡ്യൂട്ടിക്ക് പലരെയും കയറ്റിക്കൊണ്ടിരുന്നത്. ഡയറക്റ്റ് വണ്ടി ഇവിടെ ഹോസ്റ്റൽ അടുത്താണ്. അവിടെ ഹോസ്റ്റലിലേക്ക് പോയി അതിനകത്തേക്ക് ഭീഷണിപ്പെടുത്തി വണ്ടിക്കലേക്ക് കയറ്റുന്നു. പിന്നെ ഇത് വളരെ പാഞ്ഞങ്ങ് പോവാണ്. ഇവിടെ അവർക്ക് സമരത്തിൽ പങ്കെടുക്കാൻ ഒരു നിർവാഹമില്ലാത്ത രീതിയിൽ അകത്ത് കൊണ്ടുപോയിട്ട് അവിടെ ഭീഷണിയിൽ അകത്തേക്ക് കയറ്റുന്നുണ്ട്. നിങ്ങൾ തടഞ്ഞു? അതെ, സമരം തുടരാൻ തന്നെയാണ്? അതെ, തുടരാൻ തീരുമാനം. നമുക്ക് നീതി കിട്ടുന്നതുവരെ നമ്മൾ സമരം തുടരാനാണ് തീരുമാനം. 40,000 രൂപ അടിസ്ഥാന ശമ്പളമാക്കണം. ആ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ പണിമുടക്ക് തുടരും. ജോലിക്ക് കയറില്ല? ഇല്ല. നമുക്ക് ഇത് നമ്മൾ ഒരുപാട് നാളായിട്ട് ഇതിന്റെ പുറകെ നടക്കണം. നമുക്ക് ഇതിൽ കൂടുതൽ ഇനി മാർഗമില്ല, വേറെ സഹിക്കാൻ പറ്റില്ല. ഈ സമരത്തെ അടിച്ചമർത്താനുള്ള ശ്രമം മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടോ? വളരെ ഉണ്ടായിരുന്നു. പലർക്കും ഭീഷണി ഉണ്ടായിരുന്നു. പ്രൊബേഷൻ പീരീഡിലുള്ള ആൾക്കാരെ അവരുടെ ജോലി, ഫ്യൂച്ചർ എല്ലാം നശിപ്പിച്ചു കളയുന്നുള്ള രീതിയിൽ, ടെർമിനേറ്റ് ചെയ്യുന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു അവരുടെ. ഈ സമരക്കാർ ഇവിടെ ഉണ്ട്, കുറേ അധികം നഴ്സുമാരൊക്കെ ഉണ്ട്. ഈ സമരം തുടരുകയാണോ? നിങ്ങളുടെ വളരെ ബുദ്ധിമുട്ടിലാണോ ജീവിതമൊക്കെ? അതെ, തീർച്ചയായിട്ടും അതെ. ഞങ്ങൾ സമരം തുടരാനാണ്. ഞങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തുന്നവരെ സമരം തുടർന്നുകൊണ്ട് തന്നെ പോകാനാണ് തീരുമാനം. ഇപ്പൊ കിട്ടുന്ന ശമ്പളം എത്രയാണ്? അതുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല. ദൈനംദിന സാധനങ്ങൾക്ക് വില കൂടുമ്പോൾ ഇപ്പോൾ കിട്ടുന്ന ശമ്പളം കൊണ്ട് ജീവിക്കാൻ കഴിയില്ല എന്ന് ആവർത്തിച്ചു പറയുകയാണ് നഴ്സുമാർ. കൊച്ചിയിലെ സമരത്തിന്റെ കാഴ്ചകളാണ് ആദിൽ പാലോട് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.